ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് ഡിലേ ആയിട്ട് ഞാൻ ഇടുന്ന വീഡിയോ കേട്ടോ. കുറച്ച് വീഡിയോസ് നമ്മുടെ കല്യാണ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഡിലേ വന്നതാണ്. ആദ്യം തന്നെ ഈ ഫോട്ടോസ് ഞാൻ പറഞ്ഞത് ഇത് അമൽച്ചാൻ്റെ ഫാമിലിയാണ്, ആലപ്പാട് ഫാമിലി. അപ്പോൾ ഞങ്ങൾ പാപ്പനും അനുവേണ്ടിയൊക്കെ കെനിയെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ റീസൺ ഞാൻ പറയാം. അതിന് മുമ്പ് പള്ളിയിൽ വെച്ച് എല്ലാവരെയും കണ്ട് ഞാൻ ഫോട്ടോ എടുത്തു. എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21-ാം തീയതി, ഡിസംബർ 21-ാം തീയതി 22-ാം തീയതി നമ്മൾ ക്രിസ്മസിൻ്റെ സമയം അറിയാമല്ലോ, കാരൽ സിംഗിങ് കോമ്പറ്റീഷൻ എല്ലായിടത്തും നടക്കണതാണ്. അപ്പം നടുവട്ടം പള്ളിയിൽ ഓൾ കേരള കാരൽ സിംഗിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അന്ന് അവിടെയും പിറ്റേ ദിവസം കോയമ്പത്തൂർ എന്നെ ജഡ്ജായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 21-ാം തീയതി ഈ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അമൽച്ചേട്ടൻ അമ്മന അവിടെ പോയി. അപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്തത് അവിടുത്തെ അച്ഛനാണ്, ഫാദർ ജസ്ലിൻ. അപ്പോൾ അച്ഛൻ എനിക്ക് വണ്ടി നമ്മൾക്ക് ഈ ആലുവ പള്ളിയിൽ അവർ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഞാൻ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കലെ കുറച്ചാകുമ്പോഴേക്കും ഇവർ ഫംഗ്ഷൻ കഴിഞ്ഞ് അവിടെ എത്തിയിട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടിയായിരുന്നു. KCYM നടത്താനതാണ്. പ്രൊഫഷണൽ ഒരു എമച്വർ ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനല്ല, പ്രൊഫഷണൽസ് മാത്രം വരുന്ന ഒരു ബാൻഡായിരുന്നു. അതായത് നല്ല ടൈറ്റായിരുന്നു കോമ്പറ്റീഷൻ. നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് ഞങ്ങൾ 3 പേരായിരുന്നു ജഡ്ജസ്. ഭയങ്കര ടൈറ്റായിരുന്നു. നമുക്ക് മാർക്കിടാം, ആർക്ക് കൊടുക്കണം എന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. കുറച്ച് പെർഫോമൻസുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സ്റ്റേജൊക്കെ നല്ല അടിപൊളി, നമ്മുടെ മെഗാ ഈവൻറ്റ് നടത്തുന്ന പോലത്തെ സ്റ്റേജ്. അവിടുത്തെ KCYM കുട്ടികൾ ഭയങ്കര ആക്റ്റീവാട്ടോ. നമ്മളുടെയൊക്കെ പള്ളികളെ കമ്പയർ ചെയ്യുമ്പോൾ നടുവട്ടം പള്ളിയിലെ കുട്ടികൾ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ എല്ലാ വർഷവും അവിടെ നടത്താറുള്ളതാണ്. പിന്നെ അവിടെ ലൈറ്റൊക്കെ ഇട്ട് ഒരു പ്രത്യേക ആംബിയൻസ് ആയിരുന്നു. നമുക്ക് ചെന്ന വയ്ക്കുന്ന ക്രിസ്മസ് ക്യാപ്പ് വന്നു. ഞാൻ കുറച്ച് പെർഫോമൻസ് കളിപ്പിച്ചു തരാം കേട്ടോ. ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. ക്യാപ്പ് കിട്ടിയത് നന്നായി, ഇല്ലെങ്കിൽ എന്നിട്ട് എൻ്റെ തൊണ്ട അടഞ്ഞു. അത് കഴിഞ്ഞതിന് ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇനി വരാൻ പോണതാണ് AR ബാൻഡ്. ഇവർക്കായിരുന്നു കേട്ടോ ഫസ്റ്റ്. ഇവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഒരു ടീമിന് 15 മിനിറ്റ് ആയിരുന്നു കേട്ടോ സമയം. എല്ലാം അടക്കം 15 മിനിറ്റ് 2 പാട്ട് പാടണം. അതിൽ ഈ AR ബാൻഡിൻ്റെ സെക്കൻഡ് സോങ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു വെസ്റ്റേൺ, ഭയങ്കര രസമായിരുന്നു. അതിലത്തെ ഒരു ഫീമെയിൽ എടുത്തു പറയേണ്ടതുണ്ടായിരുന്നു. ആ കുട്ടീന് പേരൊന്നും അറിയില്ല. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് KCYMകാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു അവിടെ. ആ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചു വേഗം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇത് കഴിഞ്ഞ് ഡയറക്റ്റ് കോയമ്പത്തൂർ പോകാമെന്ന് വിചാരിച്ചു. കാരണം അത് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് കോയമ്പത്തൂർ പരിപാടി. അപ്പം ഞങ്ങൾ ഈ ഫംഗ്ഷൻ ഈ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞു, ലേറ്റായി തുടങ്ങാനായിട്ട്. അത് സ്റ്റേജിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ജഡ്ജസിൻ്റെ ഫോട്ടോ ഒക്കെ പ്രൊജക്ടറിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. AR ബാൻഡിനാണ് കിട്ടിയത്. ഇവർ ഈ പ്രാവശ്യത്തെ ഒട്ടുമിക്ക എവിടെയും ഇവർ തന്നെയാണ് ഫസ്റ്റ് എന്ന് കേട്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അപ്പം തന്നെ അവിടുന്ന് മടങ്ങി. കാരണം നമ്മൾ വിചാരിച്ചു ഡയറക്റ്റ് രാത്രിയാകുമ്പോൾ ട്രാഫിക്ക് കുറയുമല്ലോ, അപ്പോൾ കോയമ്പത്തൂർ പോവാം. അപ്പോൾ അവിടെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനാഥപുരം ഡയസിസിൻ്റെ കാരൽ സിംഗിങ് കോമ്പറ്റീഷൻ. അത് എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം കുറേ നടത്തണ ഒരു കോമ്പറ്റീഷനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫാദർ ആൻ്റണിയാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അവിടുത്തെ ആലപ്പാട് പിതാവിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഫാദർ അവിടെ വന്നാൽ മതി, എല്ലാം അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബിഷപ്പ് പാലസിൻ്റെ അവിടെ തന്നെയായിരുന്നു നമുക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളുടെ അമൽച്ചാൻ്റെ ആൻറ്റിയുടെ, സുശീല ആൻറ്റിയുടെ മോള് ബി ചേച്ചിയുടെ ഹസ്ബൻഡ് ജോർജ് കുട്ടി ചേട്ടൻ കോയമ്പത്തൂരാണ്. അപ്പോൾ ഇത് നമ്മുടെ കുതിരാൻ കയറ്റം ഉണ്ടായിരുന്നില്ല, ടണൽ. ഞാൻ ഇത് ശരിയാക്കിയതിന് ശേഷം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി പോകുമ്പോൾ ഫുൾ അതൊക്കെ കാണാൻ പറ്റിയിട്ടാണ്. അവൻ ഫുൾ ടൈം ഉറങ്ങായിരുന്നു. കയറി അങ്കമാലി കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഉറങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രണ്ടിൽ അമൽച്ചേട്ടൻ വണ്ടി ഓടിക്കണമല്ലേ, ഉറങ്ങാണ്ടിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കുടിക്കാനൊക്കെ 2-3 സ്ഥലത്ത് നിർത്തി. ഉറക്കം വരാണ്ടിരിക്കുക. അമൽച്ചേട്ടൻ ഉറങ്ങില്ല, അതൊരു ഭാഗ്യമുണ്ട്. അമൽച്ചേട്ടന് ശരിക്കും ഡ്രൈവിങ് ഇഷ്ടമില്ല, പക്ഷേ ഓടിക്കണമെന്ന് വിചാരിച്ചാൽ ഉറങ്ങാണ്ട് നമ്മളെ കൊണ്ടുപോകും. അതൊരു ഭാഗ്യം. അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കോയമ്പത്തൂർ എത്താൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അവിടെ ചെന്നിട്ട് ബിജി ചേച്ചിയുടെ ഹസ്ബൻഡ് ജോർജ് കുട്ടി ചേട്ടൻ അവിടുത്തെ വേണ്ടപ്പെട്ട ആളായിരുന്നു. അത് അവിടെ ചെന്നപ്പോൾ അറിയണത്. ജോർജ് കുട്ടി ചേട്ടൻ നമ്മളോട് ഒന്നും പറഞ്ഞില്ല, പക്ഷേ ആൾ നമുക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ്സും ആളുടെ ഫ്രണ്ട് വഴി ചെയ്തിട്ടുണ്ടായിരുന്നു.
അവരന്ന് ഈ ഫംഗ്ഷന് ആലുവയിൽ വന്നൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഇനി ഒരു ആഴ്ച കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ മടങ്ങുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ അവിടെ സ്റ്റേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതില്ലാത്തതുകൊണ്ട് എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തു. പിന്നെ അവിടെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ബിഷപ്പ് ഹൗസിൻ്റെ അവിടെ തന്നെയായിരുന്നു നമുക്ക് സ്റ്റേ ഉണ്ടായിരുന്നത്. 4:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടാണ്. സെൽവരാജപുരം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ 4:30 എത്തി. 5 മണിക്ക് കഴിയാണ്ട് എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് കയറുക? അവരൊന്ന് ഗേറ്റ് തുറക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് ഇരുന്നു. അപ്പോൾ ഇതാട്ടോ ബിഷപ്പ് ഹൗസ്, രാമനാഥപുരം ഡയസിൻ്റെ ബിഷപ്പ് പാലസ് വരുന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് അക്കോമഡേഷൻ. ഇവിടെ നിറയെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 2 റൂം തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾ ഒരു റൂം മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ബോറടിക്കില്ലേ, അവൻ തന്നെ റൂമിലാവുമ്പോൾ അവന് ബോറടിക്കില്ലോ. അങ്ങനെ രാവിലെ ആയപ്പോൾ അവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹോംലി ഫീലായിരുന്നു. അവിടുത്തെ സിസ്റ്റേഴ്സാണ് നമുക്ക് എല്ലാം ചെയ്തു തന്നിരുന്നത്. നല്ല സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. സിസ്റ്റേഴ്സ് മാത്രമല്ല, അച്ഛന്മാരായിക്കോട്ടെ നല്ല അടിപൊളി, ഭയങ്കര സ്നേഹമായിരുന്നു. അവരവിടെ ക്രിബൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. നമുക്ക് എന്താ പറയുക, ബഹളങ്ങളൊന്നുമില്ല. ഇത് ട്രിച്ചിയിലേക്ക് പോണ റൂട്ടിലായിരുന്നു. അതായത് കോയമ്പത്തൂർ സിറ്റിയിലല്ല, സെൽവരാജപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സ്ഥലമുള്ള, പക്ഷേ ആ ഉള്ള സ്ഥലത്തൊക്കെ അവർ ചെടികളൊക്കെ കുറച്ചധികം ചെടികളും പൂവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ എത്തി അപ്പം തന്നെ കിടന്ന് ഉറങ്ങി. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ട് അവിടുത്തെ ബ്രദർ വന്ന് ഫുഡ് കഴിക്കുക, സമയം കഴിയാറായെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുഡ് കഴിച്ച് ഇതാട്ടോ നമ്മുടെ ബിഷപ്പ് പാലസ്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ 11 മണിക്ക് കുർബാന ഉണ്ടായിരുന്നു. കുർബാന കൂടി. അത് പിതാവ് വന്നിട്ടുള്ള കുർബാനയായിരുന്നു. അതെന്തോ അന്ന് ജൂബിലി ആഘോഷിക്കണ കപ്പിൾസിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ളൊരു കുർബാനയായിരുന്നു. ഇതാട്ടാ ചാപ്പൽ, അവിടുത്തെ ചാപ്പൽ നല്ല എന്താ പറയുക, ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു, കാണുമ്പോൾ തന്നെ ചില സ്ഥലങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ തോന്നില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു അത്. ഭയങ്കര എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആ ചാപ്പലിന്. ഞങ്ങൾ രാത്രി അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാം. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നും. ചില പള്ളികൾ ഭയങ്കര വലുതായിരിക്കും, പക്ഷേ അങ്ങോട്ട് പോയിട്ട് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നാറില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ മേലെ, ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ മേലെ ആ ഓഡിറ്റോറിയത്തിലാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ കുണ്ടുകുളം, നമ്മുടെ തൃശ്ശൂർ രൂപതയുടെ പിതാവായിരുന്നു കുണ്ടുകുളത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഓഡിറ്റോറിയം അത്. അപ്പോൾ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു നമ്മുടെ കുണ്ടുകുളം പിതാവിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതേ 3 ജഡ്ജസിന് ഇരിക്കാനുള്ള ചെയർ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി. പിന്നെ ഓഡിയൻസിന് ഇരിക്കാനുള്ള ചെയർസൊക്കെ അവർ നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ടൈമിൻ്റെ കാര്യത്തിൽ ഈ അച്ഛന്മാർ പക്കയായിരുന്നു. 3:30 തുടങ്ങുമെന്ന് പറഞ്ഞാൽ 3:30 തന്നെ തുടങ്ങി കറക്റ്റ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം, അവിടെ ആരും വന്നിട്ടില്ലല്ലോ, അങ്ങനെ അവിടെയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വേറെ ഒരു പണിയില്ലല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ലഞ്ച് നോയമ്പായതുകൊണ്ട് തന്നെ അച്ഛന്മാർ പറഞ്ഞു നോയമ്പിൻ്റെ സമയത്ത് നിങ്ങൾ വന്നല്ലെങ്കിൽ നല്ല ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നോക്കേണ്ട കാര്യമില്ല, അവർ നല്ല ഫുഡായിരുന്നു. സിസ്റ്റേഴ്സ് ഉണ്ടാക്കിയത് നല്ല ഫുഡായിരുന്നു. വെജിറ്റേറിയൻ ആണെങ്കിലും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. നമുക്ക് നല്ല സൗകര്യമായിരുന്നു കേട്ടോ. എന്നിട്ട് അമൽച്ചേട്ടൻ കിടന്നുറങ്ങി. ഇത് ഫാദർ ആൻജോ. എനിക്ക് അവിടെ ചെന്നപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഒരു ജഡ്ജ് ഫാദർ ആൻജോ എന്ന് പറയുന്നത് എനിക്ക് ചെറുപ്പം തൊട്ടേ നന്നായി അറിയാവുന്ന കുട്ടിയാണ്. കലാസദൻ ഓർക്കസ്ട്രയിൽ എന്നെ പാടിപ്പിച്ചിട്ടുള്ള, എന്നെ അവിടെയൊക്കെ എടുത്തത് തോമസ് ഏട്ടനാണ്, PD തോമസ് എന്ന് പറഞ്ഞിട്ട്, ഓൾ ഇന്ത്യ റേഡിയോയിലെ മെയിൻ ഗിറ്റാറിസ്റ്റാണ്. ആളുടെ മോനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് ഞങ്ങൾ ഒന്നിച്ച് കുറേ ഞങ്ങൾ വീട്ടിൽ പോകും. എന്നൊക്കെ വരണ്ടേ, സോറി ഇപ്പം അച്ഛനായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് പിന്നെ ഫാദർ ജോൺ പൈനെങ്കിൽ അച്ഛനായിരുന്നു അടുത്ത ജഡ്ജ്. ഞങ്ങൾ ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു പെർഫോമൻസുകൾ. തലേദിവസം മൊത്തം പ്രൊഫഷണൽസിൻ്റെ ആയിരുന്നു. ഇത് എല്ലാ ഇടവകയിൽ നിന്നും വന്നിട്ടുള്ള അങ്ങനത്തെ കോമ്പറ്റീഷനായിരുന്നു. നല്ല എൻ്റർടൈനിങ്. എല്ലാവരും ഭയങ്കര ഡാൻസ്, സിസ്റ്റേഴ്സൊക്കെ ഭയങ്കര അടിപൊളി ഡാൻസായിരുന്നു. അവരുടെ പ്രത്യേകത അവർ എൻജോയ് ചെയ്യാൻ വരുന്നതാണ് കാരോൾ സിംഗിങ്ങിന്. ഷെക്കീന TV മൊത്തം ഈ പ്രോഗ്രാം മൊത്തം അവർ കവറേജ് ഉണ്ടായിരുന്നു അവരുടെ. അത് ക്രിസ്മസിൻ്റെ സമയത്ത് ഇട്ടു. കണ്ട ഞങ്ങൾ 3 പേര് പൈനങ്ങളച്ഛൻ്റെ അടുത്ത് ഇരിക്കാനുള്ള ഒരു ഭാഗ്യം അങ്ങനെ കിട്ടിയിരിക്കും. പിന്നെ ഈ അച്ഛൻ പാട്ട് പാടിയിട്ടാണ്. ഞാനൊരു നാട്ടരാഗത്തിലുള്ള ഒരു ക്ലാസിക്കൽ സോങ്ങാണ്. മുഴുവൻ പാടുന്നില്ല, പല്ലവി അനുപല്ലവി പാടാൻ ആഗ്രഹിക്കുകയാണ്. തദരീന ആരീന
ഫാദർ ആൻജോ അവിടെ തഞ്ചാവൂർ മ്യൂസിക്കിൽ PhD ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫാദർ അവിടെ നിന്ന് ട്രെയിനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഞാനും പാട്ട് പാടി. അച്ഛൻ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്രിസ്മസ് സോങ്ങാണ് ഞാൻ പാടിയത്. പ്രോഗ്രാം ഒരു 7:30 ആകുമ്പോഴേക്കും കഴിഞ്ഞു. പൈനങ്ങൾ അച്ഛൻ അപ്പം തന്നെ മടങ്ങി. അച്ഛൻ ടാക്സിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളന്ന് മടങ്ങിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി തലേദിവസം അമൽച്ചേട്ടൻ ഫുൾ ഉറക്കൊളിച്ചതല്ലേ. അപ്പോൾ ഞങ്ങൾ അന്ന് അവിടെ റെസ്റ്റ് എടുത്ത് അച്ഛന്മാരും പറഞ്ഞു അന്ന് പോകണ്ട. അവിടെ ഒരു അമൽ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അമൽ ഒക്കെ തൃശ്ശൂർക്കാരാട്ടാ. അവർ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇവിടെ റെസ്റ്റ് എടുത്ത് പോയാൽ മതി, ആക്സിഡൻറ്റ്സ് ഏറ്റവും കൂടുതൽ രാത്രി ഉണ്ടാവണേന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി. രാവിലെ 5:30 ഞങ്ങൾ പുറപ്പെട്ടു. പോണ വഴിയിലൊക്കെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ്. കുറേ മലകളും പനകളും ഒക്കെ കണ്ട് നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 23 മോർണിംഗിൽ മടങ്ങി. വരണ വഴിക്ക് നമ്മൾ പാലക്കാട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ നിന്ന് നമ്മൾ ആനന്ദഭവനിൽ പോയിട്ട് നല്ല അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റേറിയൻ, പക്ക പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കാൻ. അവിടെ നിന്ന് ഇവൻ നെയ് റോസ്റ്റ് കഴിച്ചു, അമൽച്ചേട്ടൻ പൂരി കഴിച്ചു, പിന്നെ ഞാൻ ഇഡ്ഡലി വട, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ബാക്കിയുള്ള ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നല്ല അടിപൊളി 2 ദിവസമായിരുന്നു. അത് അമൽച്ചേട്ടന് പ്രത്യേകം താങ്ക്സ് പറയണം. എന്നെ അമൽച്ചേട്ടൻ കൊണ്ടുപോയത്, അമൽച്ചേട്ടൻ കാർ ഓടിച്ച് എന്നെ കൊണ്ടുപോയതാണ് എനിക്ക് 2 ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ വിചാരിക്കാണ്ടൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ 2 ദിവസം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് അപ്പോൾ ഇവൻ പറഞ്ഞു, അവൻ ഉറങ്ങായിരുന്നല്ലോ തലേ ദിവസം, അപ്പോൾ ടണൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതേ നോക്കിക്കോ ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനും കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത്ര കൊല്ലമായിട്ടും അതിന് ശേഷം നമുക്ക് പാലക്കാട് കോയമ്പത്തൂർ പോകേണ്ട ആവശ്യം വരാത്തതുകൊണ്ട് തന്നെ ഇത് കാണാൻ പറ്റില്ല. പിന്നെ ഒരു വട്ടം പോയത് നമ്മൾ ട്രെയിനിലാണ് പോയത്, അപ്പോൾ ഇത് കാണുന്നില്ലല്ലോ. നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പണ്ട് പ്രോഗ്രാമിനൊക്കെ പോണ സമയത്ത് ഈ കുതിരാനെത്തുമ്പോൾ ഭയങ്കര ബ്ലോക്കായിരിക്കും. അതൊക്കെ ഭയങ്കരമായിട്ട് ഇതായില്ല. അതൊക്കെ മാറി ഈ ടണൽ വന്നതിൻ്റെ കുറേ ഉപകാരങ്ങൾ ഇപ്പോഴാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ഇത് മനസ്സിലാവണത്. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ എന്താ പറയുക, ഈ 2 ദിവസം ശരിക്കും മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വിശേഷം. ഇനി ക്രിസ്മസ് വ്ലോഗൊക്കെ എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ഡിലേയിലാണ് പോയിക്കൊണ്ടിരിക്കണം. എന്നാലും അറിയാം എൻ്റെ ഭയങ്കരമായ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ക്രിസ്മസ് വ്ലോഗ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ നല്ലൊരു ക്രിസ്മസ് വ്ലോഗായിട്ട് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.